കത്തോലിക്ക തിരുസഭയ്ക്ക് വലിയ ബലമുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് മാർത്തോമാ ശ്ലീഹ വന്ന് ആദ്യമ നൂറ്റാണ്ട് മുതൽ കത്തോലിക്കലുള്ള പ്രദേശം എന്ന നിലയ്ക്ക്, സിറോ മലബാർ സഭയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്കൊക്കെ കേരളത്തിന് ആ രീതിയിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൂടെ പരിഗണിച്ചായിരിക്കണം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരള സഭയ്ക്ക് ഇന്ത്യക്ക് വലിയ അഭിമാനമായി, ഒപ്പം സീറോ മലബാർ സഭയ്ക്കും അഭിമാനമായിട്ട് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാളായിട്ട് ഉയർത്തി എന്നുള്ളത് ഒരു കൗതുകകരമായ കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം. കേരളത്തിൽ മൊത്തമുള്ള സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ എണ്ണം 45 ലക്ഷത്തോളം വരും അല്ലേ? ആ 45 ലക്ഷത്തോളം ആളുകളിൽ 4.5 ലക്ഷത്തോളം വിശ്വാസികളുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ആ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നാണ് 3 കർദിനാൾമാർ പോയിരിക്കുന്നത്. ആരൊക്കെയാണ്? മാർ ആന്റണി പടിയറ അല്ലേ, മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അല്ലേ, പക്ഷേ 67 വയസ്സിലാണെന്ന് ഓർക്കണം. ഇത് 51 വയസ്സാണ്. മാത്രമല്ല ഈ കർദിനാൾമാരുടെ പ്രായപരിധി നോക്കിയാൽ ഈ കർദിനാൾമാരുടെ പ്രായത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 4 വയസ്സ് മുതൽ 90 വയസ്സ്, 99 വയസ്സ്. ഇറ്റലിയിൽ നിന്നുള്ള ഒരു കർദിനാളാണ് ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ.